തോരാതെ പെയ്ത മഴ ഒമാനെ തെല്ലൊന്നുമല്ല വലച്ചത്. പല കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായി. റോഡുകൾ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ചെറുതും വലുതുമായ നിരവധി സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒലിച്ചുപോയത്. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാൻ സാക്ഷ്യം വഹിച്ചത്. വെള്ളം വേഗത്തിൽ വലിച്ചെടുക്കാത്ത ഭൂപ്രകൃതിയും വെള്ളത്തിനൊഴുകിപ്പോകാൻ ഇടമില്ലാത്തതും ഒമാന്റെ പല പ്രദേശങ്ങളിലും ജലാശയം രൂപപ്പെടാൻ കാരണമായി. ഈ ജലാശയങ്ങൾ കാണാനും അല്പനേരം കുടുംബവും കുട്ടികളുമായി സമയം ചെലവഴിക്കാനും നിരവധി സ്വദേശികളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചുഴലിക്കാറ്റും പേമാരിയും ഒമാൻ എന്ന രാജ്യത്തിന് പുതുമയൊന്നുമല്ല. ദുരിതപ്പെയ്ത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നും കരകയറുകയാണ് ഒമാൻ. കറുത്ത മേഘങ്ങൾ പെയ്തൊഴിഞ്ഞു. കടുത്ത വേനലാണ് വരാനിരിക്കുന്നത്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷകർ. മരുഭൂമിയിൽ നിന്നും മഴഭൂമിയായി മാറുകയാണോ ഗൾഫ്? കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ലോകചക്രം താളം തെറ്റുന്നു എങ്കിൽ കാരണക്കാർ മനുഷ്യർ തന്നെയല്ലേ?